വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുകയാണ്. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി കെ സി വേണുഗോപാലും ബജറ്റ് നിർദ്ദേശം തിരുത്താൻ സമയമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും നിലപാട് കടുപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ അമർഷം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഈ ഇളവിൽ കടുത്ത അതൃപ്തിയുള്ള എക്സൈസ് മന്ത്രി എം ലിജു ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും. സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം പരസ്യമായ അതൃപ്തി പുറത്തുവന്നതോടെ മദ്യനികുതി ഇളവിൽ വി ഡി സതീശൻ പ്രതിരോധത്തിലോ? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണിപ്പോൾ നടക്കുന്നത്. പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതിനെ എതിർത്തവർ ഭരണപക്ഷത്തെത്തിയപ്പോൾ അനുകൂലിക്കുന്നു. ഇത് മുഖ്യമന്ത്രി വി ഡി സതീശന് വലിയ പ്രതിസന്ധിയാവുന്നുണ്ടോ? പൊതുജനങ്ങളോട് ചോദിക്കാം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. ഇത് കയ്യിൽ നിന്ന് നിരോധിക്കാൻ വേണ്ടി സർക്കാർ ഈ എല്ലാ സർക്കാരുകളും അധികാരത്തിൽ വരുമ്പം അവനവൻ്റെ ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ്. ഇതിൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആർക്കും അടിസ്ഥാനപരമായിട്ട് ഒരു കാഴ്ചപ്പാടില്ല. PMCൻ്റെ പദ്ധതിയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മുമ്പ് സമരം ചെയ്തിട്ട് ലീഗിൻ്റെ ആയാലും മറ്റുള്ള പാർട്ടിക്കാരായാലും സമരം ചെയ്ത് മുന്നോട്ട് പോയ കേസാണ്. അപ്പോൾ അത് നേരെ ഇപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ അതിനോട് അനുകൂലിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റായ ഒരു നടപടിയാണ്. എന്തായാലും വീര്യം കുറേ മദ്യം വേണ്ട അഭിപ്രായക്കാരനാ. ശരിയല്ല. ഇവർ മാത്രമല്ല, എല്ലാവരും കണക്കന്നെ. ഈ മദ്യം നിരോധിച്ചും കൊണ്ട് പ്രശ്നം എന്ത് വാങ്ങുന്നോ വാങ്ങും, അടിക്കാത്തവനോ അടിക്കൂല. ഇത് കുടിക്കണമെന്നുള്ളവൻ ഏത് വില കൊടുത്തും കുടിക്കും. പാവപ്പെട്ടവനോ അല്ലാത്തവനോ ഒക്കെ പൈസ കൊടുക്കും. നിർവീര്യം കുറച്ചുകൊണ്ട് ഇപ്പം എന്താ സാധനമുള്ളത്? കുറച്ചും കൂടി കൂടുതൽ സാധനം വാങ്ങിയിട്ട് അടിക്കണം. അത്ര കേരളത്തിൻ്റെ വരുമാനം കൂടും, കള്ളുടിയന്മാരുടെ ജീവിതം കട്ടപ്പോകാവും. ഈ കാലഘട്ടത്തിൽ ഒരു 1000-300 മദ്യപിച്ചിരുന്ന ആള് ഇനി ഒരു 1000-700 1000-800 മദ്യപിക്കേണ്ടി വരുമ്പോൾ 2 ദിവസം പട്ടിണി കിടന്ന് പട്ടിണിൻ്റെ ദിവസം കൂടും. കെ മുരളീധരൻ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറയുന്ന പല കാര്യങ്ങളും ഭരണപക്ഷത്ത് ചെയ്യാൻ പറ്റില്ല. അത് അത്തരം അന്ധമായുള്ള വിശ്വാസങ്ങളൊന്നും കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് നടക്കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞിരിക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോടികൾ മുടക്കിയതിൻ്റെ പ്രത്യുപകാരമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പൊതുജനങ്ങൾ പറയുന്നു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.